ഒരു വാർത്ത നമ്മുടെ സൈന്യവുമായി ബന്ധപ്പെട്ടതാണ്. സൈന്യം എന്ന് പറഞ്ഞാൽ മാത്രം പോരാ, നമ്മുടെ സൈന്യത്തിൽ ഈ സ്പെഷ്യൽ ഫോഴ്സുകളുണ്ട്, കമാൻഡോ ഫോഴ്സ് പോലെയുണ്ട്. അത്തരത്തിലൊരു സേനയാണ് ആൽഫ ടീം 21. സംഭവം നാഗാലാൻഡിലാണ്. നാഗാലാൻഡിൽ ഇപ്പോൾ നടക്കുന്ന സംഭവങ്ങൾക്ക് ഫ്ലാഷ് ബാക്ക് ഉണ്ട്. ആ ഫ്ലാഷ് ബാക്ക് സംഭവം നടക്കുന്നത് 2021 ഡിസംബർ 4-നാണ്. ഡിസംബർ 4-ന് നമ്മുടെ ഈ സ്പെഷ്യൽ ഫോഴ്സ് കമാൻഡോ ഫോഴ്സിലെ ആൽഫ ടീം 21 നിരീക്ഷണ പ്രദേശത്തൂടെ 21st പാരാ സ്പെഷ്യൽ ഫോഴ്സ്, അതെ, പാരാ സ്പെഷ്യൽ ഫോഴ്സ്, അവരുടെ ഒബ്സർവേഷനിലുള്ള തീവ്രവാദ വിരുദ്ധ പോരാട്ടം നടന്ന സേനയാണ്. അവരുടെ ഒരു രാത്രിയിൽ ഒരു ബൊലീറോ പിക്കപ്പ് വാനിൽ കറുത്ത വേഷം ധരിച്ച് കുറേ ആളുകൾ തോക്കുകളായി വരുന്നതാണ്. സ്വാഭാവികമായും സൈന്യം വെടിവെച്ചപ്പോൾ 6 പേര് മരിച്ചു. ഉടനെ ആ പ്രദേശത്തെ നാട്ടുകാരെല്ലാം കൂടി നമ്മുടെ മണിപ്പൂരിലൊക്കെ നടക്കുന്ന പോലെ അവർ വന്ന് ഈ പാരാ സ്പെഷ്യൽ ഫോഴ്സിനെ ആക്രമിച്ചു. അപ്പോൾ വീണ്ടും അവർ വെടിവെച്ചു. 7 പേരും ഒരു സൈനികനും മരിച്ചു. അങ്ങനെ 13 സിവിലിയൻസ് മരിച്ചില്ലേ രണ്ടാമത്? ആ രണ്ടാമത്തേൽ ഒരു സൈനികൻ ഉൾപ്പെടെ അങ്ങനെ 13 സിവിലിയൻസ് മരിച്ചു, ഒരു സൈനികൻ മരിച്ചു. അപ്പോൾ ഇതിന് പിന്നീട് വന്നൊരു വിശദീകരണം എന്ന് പറയുന്നത് ഈ ബൊലീറോ ജീപ്പിൽ കറുത്ത വേഷം ധരിച്ച് വന്നിരുന്നത് അവിടുത്തെ നാട്ടുകാരായിരുന്നു. അവരുടെ കയ്യിലുണ്ടായിരുന്നത് അവർ വേട്ടയാടാൻ പോകുമ്പോൾ ഉപയോഗിക്കുന്ന തോക്കുകളായിരുന്നു എന്നൊരു വിശദീകരണം വന്നു. അപ്പോൾ ഏതായാലും രാത്രിയാണ്, സൈന്യത്തിന് തോക്കുമായി കറുത്ത വേഷം ധരിച്ച് ജീപ്പിൽ വരുന്ന ആളുകളെ തീവ്രവാദികളെന്ന് സംശയിക്കാനേ പറ്റുള്ളൂ. അങ്ങനെ ഒരു ആക്രമണം സൈന്യത്തിൻ്റെ ഭാഗത്തുണ്ടായി. അത് കൊല്ലപ്പെട്ടത് സിവിലിയൻസ് ആണെന്ന് സ്റ്റേറ്റ് ഗവൺമെൻറ്, നാഗാലാൻഡ് സർക്കാർ പറയുന്നു. ഇവർക്കെതിരെ FIR ഇട്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് പ്രോസിക്യൂഷന് കേന്ദ്ര സർക്കാരിൻ്റെ അനുമതി വേണം. കേന്ദ്രം പറഞ്ഞു പറ്റത്തില്ല, പ്രോസിക്യൂട്ട് ചെയ്യാൻ പറ്റില്ലെന്ന് പറഞ്ഞു. പക്ഷേ അതിനിടയ്ക്ക് ഈ FIR റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ട് ഈ സൈനികരുടെ ഭാര്യമാർ സുപ്രീം കോടതിയെ സമീപിച്ചു. സുപ്രീം കോടതി ജൂലൈ 2022 ഈ FIR സ്റ്റേ ചെയ്തു. പ്രൊസീഡിങ്സ് പാടില്ല. അപ്പോൾ ഇങ്ങനെയാണ് നിൽക്കുന്നത്. അപ്പോൾ സൈന്യം ഉത്തമ വിശ്വാസത്തിൽ തീവ്രവാദികളാണെന്നുള്ള വിലയിരുത്തൽ രാത്രി അവിടെ പോയ ഐഡൻറ്റിറ്റി തോക്കുകാട്ടി വരുന്നവരുടെ ID കാർഡ് ചോദിച്ചിട്ട് നടപടി എടുക്കാൻ പറ്റില്ല. വെടിവെക്കുക എന്നുള്ള വേറെ മാർഗ്ഗമില്ല. അങ്ങനെ വെടിവെച്ചു. നിർഭാഗ്യവശാൽ 13 പേര് മരിച്ചു. അപ്പോൾ ഇപ്പോൾ നാഗാലാൻഡ് സർക്കാർ ഒരു നടപടി എടുത്തിരിക്കുക. ഭരണഘടനയുടെ അനുച്ഛേദം 32 എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ഉണ്ട്. ഈ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ലംഘിക്കപ്പെട്ടാൽ അത് സ്ഥാപിച്ച് കിട്ടാൻ സുപ്രീം കോടതിയെ അല്ലെങ്കിൽ ഹൈക്കോടതിയെ സമീപിക്കാവുന്ന ഒരു ഫണ്ടമെൻ്റൽ റൈറ്റാണ് ആർട്ടിക്കിൾ 32 പ്രകാരം സുപ്രീം കോർട്ടിൽ നാഗാലാൻഡ് ഗവൺമെൻറ് ഒരു കേസ് കൊടുത്തിരിക്കുക. പട്ടാളത്തിനെതിരെ നടപടി വേണം. അപ്പോൾ അതിപ്പോൾ നമ്മുടെ ചീഫ് ജസ്റ്റിസ് DY ചന്ദ്രചൂഡ്, ജസ്റ്റിസ് പർദിവാല, ഓർക്കുന്നുണ്ടല്ലോ പർദിവാല, നമ്മുടെ നൂപുർ ശർമ്മയുടെ കേസിൽ ഒരു വാചകടി നടത്തിയത്, നിങ്ങൾ ഒറ്റരാളാണ് രാജ്യത്തെ സകല കുഴപ്പങ്ങൾക്കും കാരണമെന്ന് പറഞ്ഞ പർദിവാല, മനോജ് മിശ്ര എന്നിവരുടെ ബെഞ്ചിൽ വന്നു. ഹർജി സ്വീകരിച്ച് നോട്ടീസ് അയച്ച് കേന്ദ്ര സർക്കാരിനോട് 4 ആഴ്ചയ്ക്കുള്ളിൽ വിശദീകരണം കൊടുക്കാൻ പറഞ്ഞിരിക്കുക. അപ്പം ഞാനിത് വാർത്ത നമ്മുടെ മലയാള പത്രങ്ങളിലൊന്നും കണ്ടില്ല. അപ്പോൾ നാഗാലാൻഡ് സർക്കാരിൻ്റെ സ്വഭാവം എനിക്കറിയില്ല, സാറ് പറയായിരിക്കും. അപ്പം എൻ്റെ ഒരു ആവശ്യം എന്ന് പറയുന്നത് നമ്മുടെ സൈന്യം ഉത്തമ ബോധ്യത്തിൽ ചെയ്യുന്ന നടപടികൾ രാജ്യസുരക്ഷയ്ക്ക് വേണ്ടി ചെയ്യുന്നതാണ്. ചിലപ്പോൾ വെടിവെക്കും. ഇപ്പം നമ്മളിപ്പോൾ നേവൽ ബേസിൻ്റെ അങ്ങോട്ട് പോവുകയാണ്, നമ്മുടെ കൊച്ചിയിൽ. അവിടെ എഴുതിയിട്ടുണ്ട് തോക്കേന്ത്യ സെൻട്രി കാവലുണ്ട്, മുന്നറിയിപ്പില്ലാതെ വെടിവെക്കുമെന്ന് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതുപോലെ ഉത്തമ ബോധ്യത്തിൽ സൈന്യം ചെയ്യുന്ന പ്രവർത്തികളിൽ ചിലപ്പോൾ വെടിയുണ്ട മാറിത്തെറിച്ച് വഴിയെ പോകുന്ന നിരവധിയും കൊല്ലപ്പെട്ടേക്കാം. ഒരു സൈനിക ഓപ്പറേഷനിൽ സംഭവിക്കാവുന്നതാണ്. ദൗർഭാഗ്യകരമാണ്, സംഭവിക്കാൻ പാടില്ലാത്തതാണ്. പക്ഷേ വെടിയുണ്ടയ്ക്ക് ആളും തരവും നോക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ അത്തരം കാര്യങ്ങളിൽ സൈന്യത്തിനെതിരെ ഒരു സംസ്ഥാന സർക്കാർ ഇങ്ങനെ കേസുമൊക്കെ ആയിട്ട് പോകുമ്പോൾ ഇതുപോലെ കാലുഷ്യമുള്ള സംഘർഷഭരിതമായ മേഖലകളിൽ എങ്ങനെ സൈന്യത്തിന് നിർഭയമായി ഇടപെടാനും നമ്മുടെ രാജ്യത്തിൻ്റെ സംരക്ഷണം ഉറപ്പുവരുത്താനും പറ്റും. അപ്പോൾ നാഗാലാൻഡ് സർക്കാർ ഇപ്പോൾ ചെയ്തിരിക്കുന്ന നടപടിയെ കേരളത്തിലെ ഏറ്റവും മുതിർന്ന മാധ്യമപ്രവർത്തകരിൽ ഒരാളായ രാമേന്ദ്രൻ സാർ എങ്ങനെയാണ് കാണുന്നത്? ഇത് നെഫ്യൂ റിയോ എന്ന് പറഞ്ഞ ആളാണ് അവിടെ ഇപ്പോൾ മുഖ്യമന്ത്രി. 2018 മുതൽ 5 തവണ മുഖ്യമന്ത്രി ആയിരുന്ന ഒരാളാണ്. ആദ്യം കോൺഗ്രസ്സിലായിരുന്നു. കോൺഗ്രസ്സിൽ SA ജാമീറൊക്കെ മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ ആഭ്യന്തരമന്ത്രി, അതിന് മുമ്പ് ചെറിയ മന്ത്രിയും ഒക്കെ ആയിരുന്നു. അത് കഴിഞ്ഞ് സ്വന്തമായിട്ട് നാഗ പീപ്പിൾസ് ഫ്രണ്ട് അതിൻ്റെ ഭാഗമായിട്ടാണ് മുഖ്യമന്ത്രിയായത്. 2003 BJPയുടെ കൂടെ സഖ്യമൊക്കെ ഉണ്ടായിരുന്നതാണ്. പക്ഷേ ഇപ്പം ഇല്ല.
അപ്പോൾ ഇത് ഈ മരിച്ചുപോയ നാഗന്മാരുണ്ടല്ലോ, അവരുടെ ഫ്യൂണറൽ നടക്കുമ്പോഴും ഈ ചരമോപചാര പ്രസംഗം നടത്തുമ്പോൾ ഈ നാഗന്മാർക്ക് സമാധാനമാണ് വേണ്ടത്, അല്ലാതെ ഇതുപോലത്തെ ഹിംസ അങ്ങനത്തെ കാര്യങ്ങളല്ല വേണ്ടതെന്ന് അങ്ങേര് പ്രസംഗിച്ചിരുന്നതാണ്. പക്ഷേ ഈ കേസ് നിർഭാഗ്യകരവും അസാധാരണവുമാണ്. കാരണം കേന്ദ്രത്തിനെതിരെ ഒരു സ്റ്റേറ്റ് ഇങ്ങനത്തെ ഒരു കേസിൽ കേന്ദ്രത്തിനെതിരെ ഇപ്പോൾ കേരളം മറ്റേ പൈസ എന്നൊക്കെ പറഞ്ഞൊക്കെ പോകാറുണ്ട്. അങ്ങനത്തെ കേസുകളൊക്കെ കൊടുക്കാം. അത് ഫെഡറലിസത്തിനെ സംബന്ധിച്ച ചോദ്യങ്ങൾ വരുമ്പോഴാണ് അങ്ങനത്തെ കേസുകളൊക്കെ വരുന്നത്. കിട്ടേണ്ടത് കിട്ടണം എന്നൊക്കെ പറഞ്ഞു പോകും. പക്ഷേ ഇതിലുള്ള വിഷയം എന്താണെന്ന് വെച്ചാൽ ആംഡ് ഫോഴ്സസ് സ്പെഷ്യൽ പവേഴ്സ് ആക്ട് എന്ന് പറഞ്ഞൊരെണ്ണമുണ്ട്. അതാണ് ഇവിടെ പ്രസക്തം. ആ ആക്ട് നിലനിൽക്കുന്നത് കൊണ്ട് സുപ്രീം കോടതിക്ക് എന്ത് ചെയ്യാൻ കഴിയും എന്നുള്ള കാര്യം. അപ്പോൾ അതെ, ആംഡ് ഫോഴ്സസ് സ്പെഷ്യൽ പവേഴ്സ് ആക്ട് നോർത്ത് ഈസ്റ്റിൽ മുഴുവൻ ഉണ്ട്. നമ്മുടെ മണിപ്പൂരിലുണ്ടായിരുന്നു. 2014 മോദി വന്നതിന് ശേഷമാണ് അത് മാറ്റിയത്. അതെ. അപ്പോൾ ആ ആക്ട് നിലനിൽക്കുന്ന സ്ഥലത്തൊക്കെ ഇത്തരം കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഈ ഭീകരവാദികളൊക്കെ ഉണ്ടായിരുന്നു. പഞ്ചാബിലേക്കൊക്കെ ഇത് എക്സ്റ്റെൻഡ് ചെയ്തിരുന്നു. നാഗാ ലിബറേഷൻ ആർമി എന്ന് പറഞ്ഞിട്ട് നാഗാലാൻഡ് സ്വതന്ത്ര രാജ്യമാക്കാൻ വേണ്ടിയിട്ടുള്ള മൂവ്മെന്റ് നടക്കുന്ന സമയത്താണിത്. അതെ, നമ്മളിപ്പോൾ പലതും ചർച്ച ചെയ്യുന്നത് ബംഗ്ലാദേശിലെ ഷെയ്ഖ് ഹസീന പറഞ്ഞില്ലേ, ആ മണിപ്പൂരും മ്യാൻമറിന്റെ കുറെ ഭാഗവും ബംഗ്ലാദേശിന്റെ കുറെ ഭാഗം ചിറ്റഗോങ് ഭാഗമൊക്കെ ചേർത്ത് ഒരു ഇസ്ലാമിക രാജ്യമാക്കാൻ, ക്രിസ്ത്യൻ രാജ്യം ആക്കാനായിട്ട് അമേരിക്കയുടെ നേതൃത്വത്തിൽ ഒരു സായിപ്പ് എന്നെ വിളിച്ചിരുന്നു, കണ്ടിരുന്നു എന്നൊക്കെ. ഇങ്ങനത്തെ ഒരുപാട് പ്രശ്നങ്ങൾ നടക്കുന്ന സ്ഥലമായതുകൊണ്ടിലൊക്കെ ഈ പറയുമ്പോൾ ക്രിസ്ത്യൻ രാജ്യം എന്ന് പറയുമ്പോൾ ഏതാണ്ട് 99.9% ക്രിസ്ത്യൻസ് ആയി മാറി. ആദിവാസികൾ കൺവേർട്ട് ചെയ്ത് ക്രിസ്ത്യാനികളായി മാറി. അവർക്ക് വേറെ രാജ്യമൊന്നും നാഗാലാൻഡിൽ തന്നെ എത്രയോ കാലം മുറവിടി ഉണ്ടായി. അതെ. അപ്പോൾ അതുകൊണ്ട് ഇത് 1958 ഒരു ആക്റ്റാണ്. അപ്പോൾ അതിൽ ഡിസ്റ്റർബ്ഡ് എന്ന് പറഞ്ഞിട്ടൊരു സ്ഥലം പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ, പ്രശ്നബാധിത പ്രദേശം എന്ന് ചെയ്തു കഴിഞ്ഞാൽ ആ സ്റ്റാറ്റസ് കോ ഉണ്ടല്ലോ, പ്രശ്നം അവിടെ ഇല്ല എന്നുള്ളത്, അത് 3 മാസത്തേക്ക് മെയിൻറ്റെയിൻ ചെയ്തിരിക്കണം എന്നുള്ളത് നിർബന്ധമാണ്. അങ്ങനെ ചിലപ്പോൾ ഈ പ്രദേശത്തിൽ ഉണ്ടായിട്ടുണ്ടോ? കാരണം അവിടെ പട്ടാളം റോന്ത് ചുറ്റുന്നുണ്ടായിരുന്നല്ലോ. അത് സമാധാനം, സാധാ പട്ടാളമല്ല, സ്പെഷ്യൽ ഫോഴ്സസാണ്. 21st റെജിമെന്റോ മറ്റോ ആണത്, പാരാമിലിറ്ററി ഫോഴ്സസ് എന്നൊക്കെ കണ്ടു. ആൽഫ ടീം 21 അതിൻ്റെ. അപ്പോൾ ഇത് നാഗാ ഹിൽസിനും ബാധകമാണ്. അന്ന് ഇത് 1958 അത് ആസാമിൻ്റെ ഭാഗമായിരുന്നു നാഗാ ഹിൽസ് എന്ന് പറയുന്നത്. അപ്പോൾ അന്ന് ബാധകമാക്കി. അത് കഴിഞ്ഞ് ഈ 7 സിസ്റ്റർ സ്റ്റേറ്റ്സ്, സപ്ത സഹോദരിമാർ എന്ന് പറയുന്ന എല്ലാ വടക്ക് കിഴക്കൻ ഭാഗത്തേക്കും ഇത് ബാധകമാക്കി. ആസാം, നാഗാലാൻഡ്, മണിപ്പൂർ ഈ സംസ്ഥാനങ്ങളിലാണ് അത് പ്രധാനമായിട്ടും ചെയ്തിരിക്കുന്നത്. പിന്നെ അരുണാചൽ, പിന്നെ 8 പോലീസ് സ്റ്റേഷനുകളാണ് ഈ അരുണാചൽ പ്രദേശിലും ആസാമിലും ഒക്കെ. ചില ഏരിയാസിലാണ് ഇത് ബാധകമാക്കി വെച്ചിരിക്കുന്നത്. അപ്പോൾ ആ ബാധകമായ സ്ഥലങ്ങളിൽ 1983 പഞ്ചാബിനും ബാധകമാക്കി ഒരു ആക്ട് പ്രത്യേകം വന്നത്. അത് 1997 പിൻവലിച്ചു. ഈ 1990 ജമ്മു കാശ്മീരിനും ഇത് ബാധകമാക്കി പ്രത്യേക ഒരു ആക്ട് കൊണ്ടുവന്നു. അപ്പോൾ ഈ പ്രത്യേക ആക്റ്റിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ അനുസരിച്ചിട്ട് ഈ പട്ടാളത്തിന് ഇത് ചെയ്യാമോ എന്നുള്ളതാണ് ചോദ്യം. അത് പട്ടാളത്തിന് ചെയ്യാം. മാത്രമല്ല, പട്ടാളത്തിൽ ഒരു പട്ടാളക്കാരൻ എന്തെങ്കിലും ഒരു ആക്രമണം നടത്തിയാൽ അത് അതിൻ്റെ അകത്തൊരു സിസ്റ്റം ഉണ്ട്, കോർട്ട് മാർഷൽ എന്ന് പറഞ്ഞത്. അത് നമ്മളെപ്പോഴും ഇവിടെ പോലീസുമായിട്ടൊക്കെ ചില ഘട്ടങ്ങളിൽ നാവികസേനയിലെ ആളുകൾ ചെറിയ വ്യക്തികൾ തമ്മിലുള്ള അടിയൊക്കെ നടക്കുമ്പോഴൊക്കെ നാവികസേനക്കാർ വന്നിട്ട് ചിലപ്പോൾ മോചിപ്പിച്ചു കൊണ്ടുപോയി അങ്ങനെ ഒരു സംഭവമൊക്കെ കൊച്ചിയിലുണ്ടായിട്ടുണ്ട്. അടിയൊക്കെ കൊടുത്തിട്ട് പോയിട്ടുണ്ട് അവര്. അങ്ങനെയൊക്കെ ചെയ്യുമ്പോഴൊക്കെ ഒന്നും ചെയ്യാൻ കഴിയില്ല. കാരണം അവരുടെ ആക്ട് എന്ന് പറയുന്നത്, നമ്മുടെ ഫോഴ്സസിന്റെ ആക്ട് എന്ന് പറയുന്നത് വേറെയാണ്. അതങ്ങനെ വേണം താനും. കാരണം അവരുടെ ജോലി അതിർത്തി കാക്കുക, കുറച്ചുകൂടി തീവ്രമായ ജോലികൾ ചെയ്യുന്ന ക്രമസമാധാന പരിപാടി അല്ല അവർക്ക്. അല്ല, ഈ സേനയ്ക്കുള്ളിലെ ക്രമസമാധാനം നോക്കാൻ മിലിറ്ററി പോലീസ് വേറെ ഉണ്ട്. അതുപോലെ കോർട്ട് മാർഷൽ ആണ് സാധാരണഗതിയിൽ ഇത് ചെയ്യുക. ഇപ്പം നമ്മൾ ഓർക്കുകയാണെങ്കിൽ കാശ്മീരിൽ
സ്വന്തം വണ്ടിയുടെ ബോണറ്റിലോ മറ്റോ ഒരു കശ്മീർ അല്ല, അതായത് ഒരു തീവ്രവാദിയെ അറസ്റ്റ് ചെയ്തുകൊണ്ട് തീവ്രവാദികളെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുമ്പോൾ ജനക്കൂട്ടം വന്ന് വളഞ്ഞു. ഒരു മേജർ നേതൃത്വത്തിലുള്ള ടീമായിരുന്നു. അവസാനം ആ തീവ്രവാദികളിൽ ഒരാളെ പിടിച്ച് ബോണറ്റ് കെട്ടി വെച്ചിട്ട് ആ മേജർക്ക് വണ്ടി ഓടിച്ചു പോണ്ടി വന്നു. അവർ കല്ലേറ് നിർത്തി. അതെ, അങ്ങനെ ചെയ്തു കഴിഞ്ഞപ്പോൾ അന്നും ഈ മനുഷ്യാവകാശ പ്രശ്നമൊക്കെ പിൽക്കാലത്തൊക്കെ പലരും ഉന്നയിച്ച് ഞാൻ വായിച്ചിട്ടുണ്ട്. പക്ഷെ അദ്ദേഹത്തിന്റെ പേരിലും പോലീസ് കേസോ ഒന്നും വന്നില്ല. അതങ്ങനെ എടുക്കാൻ കഴിയില്ല. സൈന്യം തന്നെ അത് കോർട്ട് മാർഷൽ നടത്തി അവസാനം അദ്ദേഹത്തെ അക്യൂട്ട് ചെയ്തു എന്നാണ് എനിക്ക് മനസ്സിലാവുന്നത്. കാരണം അതിന്റെ സാഹചര്യം എന്ന് പറഞ്ഞാൽ അങ്ങനെ ചെയ്തില്ലായിരുന്നെങ്കിൽ ആ വാഹനത്തിലുണ്ടായിരുന്ന മുഴുവൻ പട്ടാളക്കാരും കൊല്ലപ്പെടുമായിരുന്നു. മാത്രമല്ല, അങ്ങനെ ചെയ്യുന്നത് പട്ടാളക്കാരന്റെ മൊറാലിനെ വല്ലാതെ മനോവീര്യത്തിന് തകർക്കുന്ന പരിപാടിയായിരിക്കും. ഇപ്പൊ തന്നെ പട്ടാളത്തിനെതിരെ കേസെടുക്കും എന്നുള്ള മട്ടിലൊക്കെ സുപ്രീം കോടതി ചെയ്യുന്നതിൽ തന്നെ സാങ്കത്യം ഉണ്ടോ എന്നറിയില്ല. കാരണം ഈ നിയമം ഒക്കെ പരിശോധിച്ചിട്ട് വേണം ചെയ്യാൻ. കാരണം പട്ടാളക്കാർക്കെതിരെ സുപ്രീം കോടതിക്ക് വിധിക്കാമോ? അതെ, അല്ല, ഇങ്ങനെ കേസെടുക്കാൻ തുടങ്ങിയാൽ കാശ്മീരിൽ അതുപോലത്തെ അസ്വസ്ഥബാധിത പ്രദേശങ്ങളിൽ എങ്ങനെ സൈന്യം പ്രവർത്തിക്കും? നിർഭയമായി പ്രവർത്തിക്കാൻ കഴിഞ്ഞാലേ ഒരു പ്രദേശം ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. ചിലപ്പോൾ വെടികൊണ്ട് ക്ലീൻ ചെയ്യേണ്ടി വരും. അപ്പോൾ ഞാൻ പറയുന്നത്, ഇപ്പം എൻ്റെ സംശയം എന്ന് വെച്ചാൽ കുറച്ചായിട്ട് നമ്മുടെ സൈന്യത്തെ വല്ലാതെ രാഷ്ട്രീയവൽക്കരിക്കാൻ, ഇപ്പോൾ ബലാക്കോട്ട് ആക്രമണം ലോകത്തൊരു രാജ്യം ചോദിക്കത്തില്ല, തെളിവുണ്ടോ എന്ന് ചോദിച്ചവരാണ് ഇന്ത്യയിലെ പ്രതിപക്ഷം. കാനഡ തെളിവ് ചോദിക്കണം. അത് പക്ഷേ വേറെ കാര്യം, നമ്മുടെ സൈന്യം നടത്തിയത് നമ്മൾ നിഷേധിക്കുകയാണ്. പക്ഷേ ഇന്ത്യ പാകിസ്ഥാനിൽ ബലാക്കോട്ടിൽ ടെറർ ക്യാമ്പുകളിൽ ആക്രമണം നടത്തി എന്നുള്ളത് പറഞ്ഞപ്പോൾ തെളിവ് എവിടെയെന്ന് ചോദിച്ചു. ഇലക്ഷൻ എല്ലാം കഴിഞ്ഞിട്ട് പാകിസ്ഥാൻ പാർലമെൻറ്റിൽ ഇങ്ങനെ സംഭവിച്ചതാണെന്ന്. അപ്പം നമ്മുടെ രാഷ്ട്രീയം ഇപ്പം അഗ്നിവീറിൻ്റെ പേരിൽ വലിയ പ്രശ്നം ഉണ്ടാക്കി. സൈന്യത്തിൽ ജാതി പറഞ്ഞ് ഉയർന്ന വിഭാഗത്തിനാണ് പട്ടാളം, താഴ്ന്നവന് കിട്ടത്തില്ല. അഗ്നിവീറിന്റെ കാര്യത്തിൽ ഭീകരമായിട്ട് ജാതിയൊക്കെ രാഹുൽ ഗാന്ധി ജാതി പറഞ്ഞു. അപ്പോൾ സൈന്യത്തെ എല്ലാത്തിനും കരുവാക്കുന്ന ഒരു ഘട്ടത്തിൽ അപ്പം നമ്മുടെ രാജ്യത്തെ സൈന്യത്തെ നിശ്ചലമാക്കുക അല്ലെങ്കിൽ നിർവീര്യമാക്കുക എന്ന് പറഞ്ഞാൽ രാജ്യത്തെ ഇല്ലാതാക്കുക എന്നുള്ളതാണ്. അതിന് രാഷ്ട്രീയ പാർട്ടികൾ ശ്രമിക്കുമ്പോൾ ഒരു സംസ്ഥാന സർക്കാർ ഈ സൈന്യത്തിൽപ്പെട്ട 30 ഭടന്മാരെ പ്രോസിക്യൂട്ട് ചെയ്യണം എന്ന് പറഞ്ഞ് സുപ്രീം കോടതിയെ സമീപിക്കുന്നത് നിർഭാഗ്യകരമെന്നല്ലാണ്ട് എന്ത് പറയാം? നിർഭാഗ്യകരം മാത്രമല്ല, എനിക്ക് തോന്നിയത് ഭീകരം എന്നാണ് തോന്നിയത്. ഒരു ഭീകര നീക്കമാണ് ഈ നടത്തിയിരിക്കുന്നത്. അതിൻ്റെ പുറകിൽ ചിലപ്പോൾ ഇന്ത്യക്ക് പുറത്തുള്ള ശക്തികൾ ഉണ്ടാവില്ല എന്നുള്ള സംശയം പറഞ്ഞ കാര്യമുണ്ട്. അതായത് നാഗാലാൻഡും ഈ സ്ഥലങ്ങളൊക്കെ ചേർത്തിട്ട് ഒരു വിദേശ രാജ്യം ഉണ്ടാക്കണം, ക്രിസ്ത്യൻ രാജ്യം ഉണ്ടാക്കണം എന്ന് പറയുന്ന കാര്യങ്ങൾ ഷെയ്ഖ് ഹസീനയാണ് പറഞ്ഞത്, നമ്മളാരുമില്ല. ബംഗ്ലാദേശ് പ്രധാനമന്ത്രിയാണ് പറഞ്ഞത്. അപ്പോൾ അതിലൊക്കെ ഈ നാഗാലാൻഡിൻ്റെ ഒരു പ്രത്യേക രാഷ്ട്രീയ സാഹചര്യവും മണിപ്പൂരിലും അങ്ങനെ പറയുന്നുണ്ടല്ലോ. കാരണം മണിപ്പൂരിൻ്റെ സാഹചര്യം നമുക്കറിയാം. ശരിക്കും അവിടെ വിദേശ ഇടപെടൽ ഉണ്ട് എന്നുള്ളത് വളരെ വ്യക്തമാണ്. ഇങ്ങനെ സംഭവിച്ചു. അരുണാചൽ പ്രദേശിൽ ഇപ്പോൾ നമ്മൾ 12 അണക്കെട്ട് പണിയാൻ പോകുമ്പോൾ അവിടെ 3 സംഘടനകൾ, പരിസ്ഥിതി മൗലികവാദികളില്ലേ, ആ 3 സംഘടനകൾ ഇത് പണിയരുത് എന്നും പറഞ്ഞ് രംഗത്ത് വന്നു. ആ രംഗത്ത് വന്നത് ആർക്ക് വേണ്ടിയിട്ടാണ്? ചൈനയ്ക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതുമൊക്കെ ഈ ചൈനയ്ക്ക് വേണ്ടിയിട്ടൊക്കെ ആയിരിക്കുമോ? കാരണം നാഗാലാൻഡിലും മണിപ്പൂരിലും മിസോറാമിലും ഒക്കെ സൈന്യം നിർഭയമായി സ്വതന്ത്രമായി കാര്യങ്ങൾ ചെയ്ത് ലോ ആൻഡ് ഓർഡർ ഇങ്ങനത്തെ ഒരു കേസ് അഡ്മിറ്റ് ചെയ്യാമോ എന്നുള്ളത് വളരെ സുപ്രീം നോട്ടീസ് അയക്കാമോ എന്നൊക്കെ നോക്കണമായിരുന്നു. കാരണം ഈ പ്രത്യേക അധികാരങ്ങൾ പട്ടാളത്തിന് ഉള്ളതാണ്. പട്ടാളത്തിനെതിരെ കേസ് സാധാരണ കോടതികൾ എടുക്കാമോ എന്നുള്ളതൊരു വിഷയമാണ്. അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അസാധാരണ നടപടിയാണ്. പ്രത്യേകിച്ച് ഇവിടുത്തെ ഈ ഭരണഘടന എന്നും പറഞ്ഞിട്ട്, ഭരണഘടന ഭീഷണിയാണെന്നും പറഞ്ഞിട്ട് ഈ ജോർജ് സോറോസ് സംഘം പയറ്റുന്നുണ്ടല്ലോ. ആ ജോർജ് സോറോസ് സംഘത്തിന് ഇവിടെ അസോസിയേഷൻ ഓഫ് ഡെമോക്രസി എന്നൊക്കെ പറഞ്ഞ് പോഷക സംഘടനകളുണ്ട്. അവരാണ് സുപ്രീം കോടതിയിൽ കൊണ്ടുപോയി EVM മെഷീനെതിരെ മറ്റേ പാർട്ടികൾ കമ്പനികളിൽ നിന്ന് പൈസ മേടിക്കുന്നതിനെ സംബന്ധിച്ചിട്ടൊക്കെ കേസ് കൊണ്ട കൊടുക്കുന്നത്. അങ്ങനത്തെ ആളുകൾ ഈ ഒരു കേസെടുത്താൽ പിന്നീട് പട്ടാളത്തിനെതിരെ കേസ്, നമ്മുടെ സൈന്യത്തെ തകർക്കാനുള്ള ഒരു നീക്കത്തിന്റെ ഭാഗമാണിത്. സൈന്യത്തിന്റെ മൊറാല് നശിപ്പിക്കാനുള്ള നീക്കത്തിന്റെ ഭാഗമാണ് ഇതും. അതെ, അഗ്നിവീർ പദ്ധതിക്കെതിരായ ആക്രമണമാണ്. അതെ, അതുകൊണ്ടാണ് സാർ നമ്മൾ ഈ വിഷയം ഒന്ന് ചർച്ച ചെയ്യാന്ന് വെച്ചത്. കാരണം ഇത് നമ്മുടെ രാജ്യത്ത് ഒരു പത്രത്തിലും വാർത്തയാവുന്നില്ല, ഒരു ചാനലുകാരും പറയുന്നില്ല. 1-2 നാഷണൽ മീഡിയയിൽ വന്നിട്ടുണ്ട്. അല്ല, മലയാളത്തിൽ കേരളത്തിലെ ആളുകൾക്ക് ഇതൊന്നും അറിയണ്ട.
നമ്മുടെ നാട്ടിൽ നിന്നും നൂറുകണക്കിന് ആയിരക്കണക്കിന് ജവാന്മാർ ജോലി ചെയ്യുന്നുണ്ട്. അവരുടെയും സുരക്ഷയുടെയും ജീവിതത്തിന്റെയൊക്കെ പ്രശ്നമാണ്. ഇവരെങ്ങനെ നാളെ ഒരു സംഘർഷ മേഖലയിൽ സ്വതന്ത്രമായിട്ട് ജോലി എടുക്കും? പട്ടാളക്കാര് അതിർത്തിയിലൊക്കെ കഴിയേണ്ട ആളുകൾക്ക് കോടതിയിൽ കയറി ഇറങ്ങി നടക്കാൻ പറ്റും. അതെ, ഇതെന്താണിത്? അവർക്ക് അതുകൊണ്ടാണ് പട്ടാളത്തിന് വേറെ നിയമം വെച്ചിരിക്കുന്നത്. അവര് പോലീസുകാരെ വേണമെങ്കിൽ ഇങ്ങനെ ചെയ്യാം. പോലീസുകാർ ക്രമസമാധാന കാര്യങ്ങളാണ് ചെയ്യുന്നത്. ഇവര് ക്രമസമാധാന കാര്യമല്ലല്ലോ. അതിർത്തി സംരക്ഷിക്കുക, രാജ്യത്തിനെ സംരക്ഷിക്കുക. പട്ടാളത്തിൽ വേണമെങ്കിൽ കോർട്ട് മാർഷൽ നടത്തി ഇതിനകത്ത് കുറ്റകൃത്യം ഉണ്ടെങ്കിൽ ശിക്ഷിക്കും. അത് ചെയ്യാതെ അപ്പോൾ പട്ടാളം നടപടി എടുക്കാത്തത് അവർ ചെയ്ത് അവരുടെ ജോലിയുടെ ഭാഗമായിട്ടുള്ള സ്വാഭാവിക പ്രതികരണമാണെന്ന് ബോധ്യപ്പെട്ടതുകൊണ്ടായിരിക്കും മിലിറ്ററി ആക്ഷൻ എടുക്കുക. ഞാൻ ചോദിക്കട്ടെ, നമ്മളിപ്പോൾ പാകിസ്ഥാനുമായിട്ട് ഇനി ഒരു യുദ്ധം നടത്തുന്നു എന്ന് വിചാരിക്കും. അതിൻ്റെ അകത്ത് ചിലപ്പോൾ നമ്മുടെ പട്ടാളക്കാരന് തന്നെ നമ്മുടെ ഒരു പട്ടാളക്കാരനിൽ നിന്ന് വെടിയേൽക്കാൻ സാധ്യതയില്ലേ? അതിർത്തിയിൽ ഉണ്ടല്ലോ. ഉണ്ട്. അങ്ങനെ താനെന്തിനാ നമ്മുടെ തന്നെ പട്ടാളക്കാരനെ വെടിവെച്ചെന്ന് പറഞ്ഞിട്ട് കേസ് കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ ഇതൊക്കെ ഇത് വളരെ മാത്രമല്ല, അതിൻ്റെ അകത്ത് വിവരാവകാശം അപ്ലൈ ചെയ്യാൻ പറ്റുമോ? ഇല്ല. നാളെ ജോമോൻ പുത്തമ്പുരയ്ക്കലിന് പോയിട്ട് വിവരാവകാശം അനുസരിച്ചിട്ട് എടുത്തിട്ട് മറ്റേ അതിർത്തിയിൽ ഒരു പട്ടാളക്കാരൻ ഇങ്ങനെ. കശ്മീരിൽ ഒരു ഘട്ടത്തിൽ ആൻ്റണി പ്രതിരോധ മന്ത്രിയായിരുന്നപ്പോൾ നമ്മുടെ ഈ സാധാരണ ജവാന്മാരില്ലേ, അവിടെ തണുപ്പത്തുമൊക്കെ ഇരുന്ന് 3 ദിവസമൊക്കെ ഒന്നിച്ചൊക്കെ ഇരിക്കുന്ന ആളുകളൊക്കെ അവിടെ ഓഫീസർമാർ വെടിവെച്ചു കൊല്ലാൻ തുടങ്ങി. ഓർക്കുന്നുണ്ടോ? ആ സമയത്ത് ഇവരുടെ ഭയങ്കര സ്ട്രെസ് തീർക്കാനായിട്ട് ആൻ്റണി അമൃതാനന്ദമയോട് അഭ്യർത്ഥിച്ചു, നിങ്ങൾക്ക് യോഗയൊക്കെ പഠിപ്പിക്കുന്ന ആളുകളൊക്കെ ഇല്ലേ, ഈ പട്ടാളക്കാർക്കുമൊക്കെ യോഗ പരിശീലനമൊക്കെ കൊടുക്കാനായിട്ട് എന്തെങ്കിലും ഒരു സഹായം ചെയ്യാമോ? എന്നിട്ട് ആൻ്റണി പറഞ്ഞു, എന്നോടൊരു സ്വാമി പറഞ്ഞാണ് ആശ്രമത്തിലെ, ഞങ്ങളിത് വേറൊരു പ്രൊഫഷണൽ യോഗാ സംഘത്തിനെ സമീപിച്ചപ്പോൾ അവർ ഇത്ര രൂപ തരണമെന്ന് പറഞ്ഞു. അപ്പോൾ ഉടനെ അമ്മ ചോദിച്ചു, മുലപ്പാലിന് വില പറയുകയോ എന്ന് ചോദിച്ചു. ഞങ്ങളിത് സൗജന്യമായിട്ട് ചെയ്തു തരും, പട്ടാളത്തിനല്ലേ, എന്തിനും പ്രതിഫലം എന്ന് പറഞ്ഞിട്ട് ഇത് ചെയ്തതായിട്ട് പറയുന്നുണ്ട്. ഞാൻ പറയുന്നത് നമ്മുടെ പട്ടാള ഓഫീസർമാരും വെടിവെച്ച് കൊന്നിട്ടുണ്ട്. അതിന്റെ പേരിൽ ആക്ഷൻ ഉണ്ടെങ്കിൽ അത് കോർട്ട് മാർഷലായിട്ടാണ് സൈന്യമാണ് ചെയ്യേണ്ടത്. അപ്പൊ ഇത് എന്തായാലും നാഗാലാൻഡ് സർക്കാർ ചെയ്യുന്നത് അപകടകരമായൊരു നീക്കമാണ്. അപകടകരമാണ്. സുപ്രീം കോടതി ഇത് എന്റർടൈൻ ചെയ്യാൻ പാടില്ല. അതിന്റെ പിന്നിൽ വിദേശ ശക്തികൾ ഉണ്ടോ എന്ന് ന്യായമായും സംശയിക്കണം. അപ്പൊ കോടതിക്ക് മനസ്സിലാവട്ടെ, കോടതികളാണ് എല്ലാത്തിനും അവസാന വാക്കെന്ന് കോടതികൾ ധരിച്ചു വെക്കരുത്. അതെ, രാജ്യത്തിൻ്റെ നിയമങ്ങൾ എന്തിനു വേണ്ടിയുള്ളതാണെന്നും രാജ്യത്തിൻ്റെ സുരക്ഷയ്ക്ക് വേണ്ടിയുള്ളതാണെന്നും ഒക്കെ കണ്ടുവേണം ഇത്തരം കാര്യങ്ങളിലൊക്കെ നോട്ടീസ് അയക്കാൻ കോടതി ഇടപെടാൻ. അത് സുപ്രീം കോടതിയാണെങ്കിലും. അതെ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.